Hello dear students, welcome back to a new class section of plus 1 zoology. So നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് അബൌട്ട് ആനിമൽ ടിഷ്യൂസ് അല്ലെ. ആനിമൽ ടിഷ്യൂസിനെ കുറിച്ചിട്ടാണ് നമ്മൾ കുറച്ച് ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. സോ മെയിനായിട്ട് 4 ആനിമൽ ടിഷ്യൂസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടോ? 4 ആനിമൽ ടിഷ്യൂസ്: എപ്പിത്തീലിയൽ ടിഷ്യൂ, ദെൻ കണക്റ്റീവ് ടിഷ്യൂ, മസിൽ ടിഷ്യൂ ആൻഡ് ന്യൂറൽ ടിഷ്യൂ. ഇതിൽ ആദ്യം പറഞ്ഞിട്ടുള്ള എപ്പിത്തീലിയൽ ആൻഡ് കണക്റ്റീവ് ടിഷ്യൂ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 2 ടിഷ്യൂസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്: മസിൽ ടിഷ്യൂ ആൻഡ് ന്യൂറൽ ടിഷ്യൂ. സോ ആ 2 ടിഷ്യൂസ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് മസിൽ ടിഷ്യൂ ആൻഡ് ന്യൂറൽ ടിഷ്യൂ. ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ഈസ് മസിൽ ടിഷ്യൂ. എന്താണ് മസിൽ ടിഷ്യൂ ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് മസിൽ ടിഷ്യൂ. മസിൽ ടിഷ്യൂവിൻ്റെ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പെക്യുലിയർ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മസിൽസ് എന്ന് പറഞ്ഞ ടേം നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ളതാണ്. നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പല സന്ദർഭങ്ങളായിട്ട് പല സിറ്റുവേഷൻസിലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് മസിൽസ് എന്ന് പറയുന്നത്. സോ മസിൽ ടിഷ്യൂ, കമ്മിങ് ടു ദ വേർഡ് മസിൽ ടിഷ്യൂ, I think you are already familiar with that word. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഹൈസ്കൂൾ സ്റ്റാൻഡേർഡ്സിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മസിലുകളെ കുറിച്ചിട്ട്. സോ ഇവിടെ നമ്മൾ അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് മസിൽ ടിഷ്യൂ എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാം, മസിൽസ് നമ്മുടെ ബോഡിയുമായിട്ട് വളരെയധികം കണക്ഷൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ് മസിൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, മസിൽ ടിഷ്യൂവിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം ഓർക്കേണ്ട പോയിന്റ് ഹൗ ഇറ്റ് ഈസ് മെയ്ഡ്, എങ്ങനെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അത് കമ്പോസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈച്ച് മസിൽ ഈസ് മെയ്ഡ് ഓഫ് ലോങ് സിലിണ്ട്രിക്കൽ ഫൈബേഴ്സ് ദാറ്റ് ആർ അറേഞ്ച്ഡ് ഇൻ പാരലൽ അറേസ്. അതാണ് ഇവിടെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈച്ച് മസിൽ ഈസ് മെയ്ഡ് ഓഫ് ലോങ് സിലിണ്ട്രിക്കൽ, വളരെ ലോങ് ആയിട്ടുള്ള നീളമുള്ള സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള ഫൈബേഴ്സ് കൊണ്ടാണ് ഓരോ മസിൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ദാറ്റ് ആർ അറേഞ്ച്ഡ് ഇൻ പാരലൽ അറേസ് ആയിട്ട്, അതായത് പാരലൽ ആയിട്ട് ഇങ്ങനെ തട്ടായിട്ട് പാരലൽ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന പോലെയാണ് ഈ ഫൈബേഴ്സിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈച്ച് മസിൽ ഈസ് മെയ്ഡ് ഓഫ് ലോങ് സിലിണ്ട്രിക്കൽ ഫൈബേഴ്സ് ദാറ്റ് ആർ അറേഞ്ച്ഡ് ഇൻ പാരലൽ അറേസ്. ഓക്കെ, ആ ലോങ് സിലിണ്ട്രിക്കൽ ഫൈബേഴ്സ് എന്നുള്ള ഒരു ടേം, ഒരു പെർട്ടിക്കുലർ പോയിന്റ് നിങ്ങൾ ഓർക്കാം. അതിന്റെ കൂടെ തന്നെ അവിടെ ഒരു ടേം വരുന്നുണ്ട് മയോ ഫൈബ്രിൽസ് എന്ന് പറഞ്ഞാൽ. മയോ ഫൈബ്രിൽസ് എന്ന് പറഞ്ഞാൽ ഈ ഫൈബേഴ്സ് ഉണ്ടല്ലോ, ലോങ് സിലിണ്ട്രിക്കൽ ഫൈബേഴ്സ് ഉണ്ടല്ലോ, ദീസ് ഫൈബേഴ്സ് ആർ കമ്പോസ്ഡ് ഓഫ് ഫൈൻ ഫൈബ്രിൽസ്. ആ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്നത് വളരെ ഫൈൻ ആയിട്ടുള്ള നാരോ തിൻ ആയിട്ടുള്ള ഫൈബ്രിൽസ് ആണ്. അതിന് പറയുന്ന പേരാണ് മയോ ഫൈബ്രിൽസ് എന്ന് പറയുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ്. Okay, so each muscle is composed of long cylindrical fibers that are arranged in parallel arrays, and these fibers composed of fine fibrils, വളരെ ഫൈൻ ആയിട്ടുള്ള ഫൈബ്രിൽസ് ആണ് ഈ ഫൈബേഴ്സിൽ അടങ്ങിയിരിക്കുന്നത്. അതിന് പറയുന്ന പേരാണ് മയോ ഫൈബ്രിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മസിൽസിന് നിങ്ങൾക്കറിയാം, മസിൽസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് അവയുടെ ആക്റ്റീവ് റോൾ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി മൂവ്മെന്റ് ആണ്. നമ്മുടെ ബോഡിയുടെ മൂവ്മെന്റ്സ് ആണ് ഈ മസിൽസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ അതിന്റെ ആക്റ്റീവ് റോള്, മസിൽസിന്റെ ആക്റ്റീവ് റോൾ എന്ന് പറയുന്നത് ബോഡി മൂവ്മെന്റ്സിന് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഈ ബോഡി മൂവ്മെന്റ്സ് നമുക്ക് പോസിബിൾ ആവുന്നത് നമുക്കറിയാം, നമ്മുടെ കൈയുടെ മൂവ്മെന്റ് എല്ലാം നമുക്കത് സ്ട്രെച്ച് ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ട്. സോ മസിൽ സ്ട്രെച്ചിങ് ഒക്കെ സാധിക്കുന്നത് ഈ ഒരു മൂവ്മെന്റ്, ഇവയുടെ ഒരു ഫംഗ്ഷനിങ്, ഈ ടിഷ്യൂസിന്റെ ഫംഗ്ഷനിങ് കൊണ്ടാണ്. സോ മസിൽ ഫൈബേഴ്സ് കൺട്രാക്ട്, ദാറ്റ് ഈസ് ഷോർട്ടൺ ഇൻ റെസ്പോൺസ് ടു സ്റ്റിമുലേഷൻ. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റിമുലസ് നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുമ്പോഴാണ് നമ്മുടെ മസിൽസ് കൺട്രാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഷോർട്ടൻ ചെയ്യുന്നത്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് റിലാക്സ്, ദാറ്റ് ഈസ് ലെങ്തൻ ചെയ്യുന്നു ആൻഡ് റിട്ടേൺ നോർമൽ കണ്ടീഷൻ, അതായത് അൺകൺട്രാക്റ്റഡ് സ്റ്റേറ്റിലേക്ക് അത് പോകുന്നു. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ സ്റ്റിമുലസ് നമ്മുടെ ബോഡിക്ക് കിട്ടുമ്പോൾ നമ്മുടെ മസിൽസ് കൺട്രാക്ട് ചെയ്യുകയും ദെൻ ആ ഒരു ആക്ഷൻ കഴിഞ്ഞിട്ട് അത് റിലാക്സ് ചെയ്യുക, ലെങ്തൻ ചെയ്തിട്ട് നോർമൽ സ്റ്റേറ്റിലേക്ക്, അൺകൺട്രാക്റ്റഡ് സ്റ്റേറ്റിലേക്ക് അത് പോവുകയും ചെയ്യുന്നു. ഇതാണ് ഒരു മസിൽ ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റിമുലേഷന്റെ ആ ഒരു അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇമ്പൾസ് അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് കിട്ടുമ്പോൾ നമ്മുടെ മസിൽസ് കൺട്രാക്ട് ചെയ്യുകയും then അത് റിലാക്സ് ചെയ്യുകയും അതിന്റെ നോർമൽ സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഇങ്ങനെയാണ് ഒരു മസിൽ ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മസിൽ ടിഷ്യൂവിന്റെ
ഫസ്റ്റ് ആയിട്ടുള്ള പ്രിലിമിനറി ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇനി മസിൽ ടിഷ്യൂവിനെ കുറിച്ച് പറയുന്ന അടുത്ത പോയിന്റ്, ഇറ്റ് ഈസ് ഓഫ് 3 ടൈപ്സ്. 3 ടൈപ്സ് മസിൽ ടിഷ്യൂസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, 3 ടൈപ്സ് ഓഫ് മസിൽ ടിഷ്യൂസ് ആർ ദർ. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും 3 ടൈപ്പ് ഓഫ് മസിൽ ടിഷ്യൂസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ടൈപ്പ് ആണ് സ്കെലറ്റൽ മസിൽ. ഫസ്റ്റ് ടൈപ്പ് ആണ് സ്കെലറ്റൽ മസിൽ ടിഷ്യൂ. This is the first type, skeletal muscle. Then second type is smooth muscle. Smooth muscle. And the third type is cardiac muscle tissue. Cardiac muscle tissue. These are the 3 types of muscle tissue. ഏതൊക്കെയാണ്? skeletal muscle, smooth muscle and cardiac muscle tissue. ഇതിലാദ്യം നമുക്ക് skeletal muscle എന്താണെന്ന് നോക്കാം. സോ മസിൽ ടിഷ്യൂവിന് 3 ടൈപ്സ് ഓഫ് മസിൽസ് ആണ് വരുന്നത്. ഏതൊക്കെയായിരുന്നു? സ്കെലറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ ആൻഡ് കാർഡിയാക് മസിൽ ടിഷ്യൂ. ഇങ്ങനെ 3 ടൈപ്സ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ടൈപ്പ് ആണ് സ്കെലറ്റൽ മസിൽ എന്ന് പറയുന്നത്, അഥവാ സ്കെലറ്റൽ മസിൽ ടിഷ്യൂ. സ്കെലറ്റൽ മസിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇതുപോലൊരു പിക്ചർ നിങ്ങൾക്ക് കാണാം. ഇതാണ് സ്കെലറ്റൽ മസിലിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഒരു പിക്ചർ നോക്കിയാൽ കാണാൻ നിറയെ സ്ട്രൈറ്റഡ് സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. ഇങ്ങനെ സ്ട്രയേഷൻസ്, ഇങ്ങനെ വരകൾ ഇങ്ങനെ കാണപ്പെടും. ഇതാണ് സ്ട്രയേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊരു സ്ട്രയേറ്റഡ് സ്ട്രക്ചർ ആണ് സ്കെലറ്റൽ മസിലിനുള്ളത്. സോ ദ സ്കെലറ്റൽ മസിൽ ഈസ് ഓൾസോ കോൾഡ് സ്ട്രയേറ്റഡ് മസിൽ ടിഷ്യൂ. ഓക്കെ, സ്ട്രയേറ്റഡ് മസിൽ ടിഷ്യൂ എന്നും ഇവയെ പറയും, ബിക്കോസ് ഓഫ് ദിസ് സ്ട്രക്ചർ. ഓക്കെ, ഈ ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ അവയ്ക്കുള്ളത് കൊണ്ടാണ്, നിറയെ സ്ട്രയേഷൻസ് കാണുന്നത് കൊണ്ടാണ് ഇവയെ സ്ട്രയേറ്റഡ് മസിൽ ടിഷ്യൂ എന്നും കൂടി പറയും. ഓക്കെ, ദേ ആർ ഓൾസോ കോൾഡ് സ്ട്രയേറ്റഡ് മസിൽ ടിഷ്യൂ. ഈ ഒരു പിക്ചറിൽ ഈ സ്ട്രയേഷൻസ് ആൻഡ് ഈ ഒരു ഇതാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഇതാണ്, ഈ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ഭാഗങ്ങളാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദേ ആർ ഓൾസോ കോൾഡ് സ്ട്രയേറ്റഡ് മസിൽ ടിഷ്യൂ. ദ നെക്സ്റ്റ് പോയിന്റ്, ദ ടിഷ്യൂസ് ആർ ക്ലോസ്ലി അറ്റാച്ച്ഡ് ടു സ്കെലറ്റൽ ബോൺസ്. ഈ സ്കെലറ്റൽ മസിൽസ് എന്ന് പറയുന്നത്, സ്കെലറ്റൽ മസിൽസ് ആർ മസിൽ ടിഷ്യൂ എന്ന് പറയുന്നത് ദേ ആർ ക്ലോസ്ലി അറ്റാച്ച്ഡ് ടു സ്കെലറ്റൽ ബോൺസ്. സ്കെലറ്റൽ ബോൺസുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും ഈ ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അതിൻ്റെ നമ്മുടെ മസിൽസിന്റെ സ്കെലറ്റൽ ബോണിന്റെ ഫങ്ഷനിങ്ങിനൊക്കെ അത് യൂസ്ഫുൾ ആയിരിക്കും. സോ അതാണ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. സ്കെലറ്റൽ മസിൽസിലെ ദ ടിഷ്യൂസ് ആർ ക്ലോസ്ലി അറ്റാച്ച്ഡ് ടു സ്കെലറ്റൽ ബോൺസ്. അതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇൻ എ ടിപ്പിക്കൽ മസിൽ, ഒരു ടിപ്പിക്കൽ മസിൽ ആയിട്ടുള്ള ബൈസെപ്സിന്റെ കേസിൽ, ബൈസെപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈസെപ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മസിൽ ലൊക്കേറ്റഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി അപ്പർ ആം, അല്ലേ? ഫ്രണ്ട് പാർട്ട് ഓഫ് ദി അപ്പർ ആം, നമ്മുടെ അപ്പർ ആമിന്റെ ഫ്രണ്ട് പോർഷനിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു മസിലാണ് ബൈസെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബൈസെപ്സിന്റെ കേസിൽ the striated skeletal muscle fibers are bundled together in parallel fashion. അവിടെ ഈ സ്ട്രയേറ്റഡ് മസിൽ ഫൈബേഴ്സ് എല്ലാം ഒരു ബണ്ടിൽ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇൻ എ പാരലൽ ഫാഷൻ, പാരലൽ അറേഞ്ച്മെന്റ് തന്നെയാണ്. ഓക്കെ, ഇതാണ് സ്കെലറ്റൽ മസിൽ എന്ന് പറയുന്നത്. സ്കെലറ്റൽ മസിൽ എന്ന് പറഞ്ഞാൽ ദേ ആർ ഓൾസോ കോൾഡ് സ്ട്രയേറ്റഡ് മസിൽ ഫൈബേഴ്സ് അല്ലെങ്കിൽ സ്ട്രയേറ്റഡ് മസിൽ ടിഷ്യൂ എന്ന് അവയെ പറയും. ദെൻ these are closely, their tissues are closely attached to skeletal bone. ഈ skeletal muscle എന്ന് പറയുന്നത് skeletal bone ആയിട്ടാണ് അറ്റാച്ച്മെന്റ് വരുന്നത്. അങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക. then biceps ന്റെ കേസിൽ the striated skeletal muscle fibers are bundled together in a parallel way. okay, then muscle tissue ൽ വരുന്ന second type of tissue ആണ് സ്മൂത്ത് മസിൽ ടിഷ്യൂ എന്ന് പറയുന്നത്. സ്മൂത്ത് മസിൽ, സോ അതിന്റെ പിക്ചർ ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം സ്കെലറ്റൽ മസിൽസിന്റെ സ്ട്രക്ചറിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് സ്ട്രക്ചർ ആണ് ഇവിടെ കാണപ്പെടുന്നത്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ്, ഇതാണ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻ. ന്യൂക്ലിയസ് എല്ലാം ടിഷ്യൂവിനകത്ത് സെൽസിനകത്താണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ സ്ട്രക്ചറിന് വ്യത്യാസമുണ്ട്. നേരത്തെ കണ്ട പോലെ ഇവിടെ സ്ട്രയേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി നമുക്ക് സ്മൂത്ത് മസിൽസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫൈബേഴ്സ് ടേപ്പർ അറ്റ് ബോത്ത് എൻഡ്സ്. ടേപ്പർ മീൻസ് അതിനെ ഫ്യൂസിഫോം എന്ന് പറയും. ടേപ്പർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗ്രാജുവലി നാരോയിങ്. ഓക്കെ, അതിൻ്റെ ആ ഒരു ബോത്ത് എൻഡ്സ്, രണ്ട് എൻഡ് നോക്കിയാൽ കാണാം മിഡിൽ പോർഷനിലുള്ളതിനേക്കാളും ആ എൻഡിലേക്ക് പോകും തോറും അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്, അതിൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് കുറഞ്ഞൊരു നാരോ ഷേപ്പിലേക്കായിട്ട് വേണം വരുന്നത്. അതാണ് ടാപ്പർ എന്ന് പറയുന്നത്. ടാപ്പർ എന്നുള്ള വേർഡ് മീനിങ് എന്ന് പറഞ്ഞാൽ ഗ്രാജുവലി നാരോയിങ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഫൈബേഴ്സ് ടാപ്പർ അറ്റ് ബോത്ത് എൻഡ്സ്, ദാറ്റ് ഈസ് ഫ്യൂസിഫോം ആൻഡ് ഡു നോട്ട്
ഷോ സ്ട്രയേഷൻസ്. ഞാൻ പറഞ്ഞു സ്കെലറ്റൽ മസിൽസിൽ കണ്ട പോലെ ഇവിടെ നിങ്ങൾക്ക് സ്ട്രയേഷൻസ് കാണാൻ പറ്റത്തില്ല. ഓക്കെ, സ്ട്രയേഷൻസ് ഇല്ല. ഇതാണ് സ്മൂത്ത് മസിൽസ് എന്ന് പറയുന്നത്. ഈ ഓരോന്നും തന്നെ അതിൽ ന്യൂക്ലിയസ് ലാബിൽ ചെയ്തിട്ടുണ്ട് ഈ പിക്ചറിനകത്ത്. ഇവിടെ നോക്കിയാൽ കാണാം അത് ടാപ്പർ ചെയ്യുന്നുണ്ട്. അതായത് എൻഡിലേക്ക് പോകുന്തോറും അത് നാരോ ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ സെൽ ജംഗ്ഷൻസ് ഹോൾഡ് ദം ടുഗെദർ. സെൽ ജംഗ്ഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. അഡ്ഹിയറിംഗ് സെൽ ജംഗ്ഷൻ, ഗ്യാപ് ജംഗ്ഷൻ, ടൈറ്റ് ജംഗ്ഷൻസ്. ദെൻ ഓരോ ജംഗ്ഷൻസിൻ്റെയും ഫംഗ്ഷനിങ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സെൽ ജംഗ്ഷൻസ് ആണ് ഇവയെ ഹോൾഡ് ചെയ്യുന്നത്. ഒരുമിച്ച് ഇവയെ നിർത്താനുള്ള, ഫംഗ്ഷൻ ചെയ്യാനുള്ള ഹോൾഡിംഗ് കപ്പാസിറ്റി നൽകുന്നത് ഈ സെൽ ജംഗ്ഷൻസ് ആണ്. The cell junctions hold them together and they are bundled together in a connective tissue sheath. ഒരു കണക്റ്റീവ് ടിഷ്യൂ ഷീത്തിൽ ഒരു ബണ്ടിൽ ചെയ്തുകൊണ്ടാണ് ഇവ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സ്മൂത്ത് മസിൽസിന്റെ നെക്സ്റ്റ് പോയിന്റ് ആണ് അത് എന്ന് പറയുന്നത്. ഓക്കെ, സെൽ ജംഗ്ഷൻസ് ആണ് ഇവയെ ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, then they are seen in, എവിടെയൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്? ബ്ലഡ് വെസൽസ്, സ്റ്റൊമക് ആൻഡ് ഇൻറ്റസ്റ്റൈൻ. ബ്ലഡ് വെസൽസിലും സ്റ്റൊമക്കിലും ഇൻറ്റസ്റ്റൈൻസിലും ഒക്കെ ഈ ഒരു പോയിന്റ് ഓർക്കണം. ഇത് കാണപ്പെടുന്ന സ്ഥലങ്ങൾ, സ്മൂത്ത് മസിൽസ് കാണപ്പെടുന്നത് ബ്ലഡ് വെസൽസിലും സ്റ്റൊമക്കിലും ഇൻറ്റസ്റ്റൈനിലും. അപ്പൊ നോക്കി, ഈ 3 ഓർഗൻസും അല്ലെങ്കിൽ ഈ 3 ബോഡി പാർട്സ് എന്ന് പറയുന്നത് ഇതിന്റെ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മൂവ്മെന്റ്സ് ആണല്ലേ. നേരെ മറിച്ച് നമ്മുടെ ഐസിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അതേസമയം നമ്മുടെ കൈകാലുകളുടെ മൂവ്മെന്റ് ചില സമയങ്ങളിൽ ഇൻവോളണ്ടറി ആണെങ്കിലും ചില സമയത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആക്ഷൻസ് ആണ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മൂവ്മെന്റ്സും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മൂവ്മെന്റ്സും നമ്മുടെ ബോഡിയിലുണ്ട് അല്ലേ. നമ്മൾ അതിന് വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി എന്ന് പറയും. വോളണ്ടറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി കൺട്രോൾഡ്, നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേസമയം ഇൻവോളണ്ടറി എന്ന് പറഞ്ഞാൽ വി കനോട്ട് കൺട്രോൾ ഇറ്റ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, നമ്മുടെ കൺട്രോൾ പരിധിയിൽ വരാത്ത അല്ലെങ്കിൽ നമുക്ക് അതിന് സാധിക്കാത്ത മൂവ്മെന്റ്സ് ആണ്, ബോഡി മൂവ്മെന്റ്സ് ആണ് ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. മസിൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അവയുടെ ആക്റ്റീവ് റോൾ എന്ന് പറയുന്നത് നമ്മുടെ മൂവ്മെന്റ്സിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ സ്മൂത്ത് മസിൽസ് കാണപ്പെടുന്നത് ബ്ലഡ് വെസൽസിലും സ്റ്റൊമക്കിലും ഇൻറ്റസ്റ്റൈനിലും ഒക്കെയാണ്, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോളല്ല. അതുകൊണ്ട് തന്നെ ദേ ആർ ഇൻവോളണ്ടറി മസിൽസ്. സ്മൂത്ത് മസിൽസ് എന്ന് പറഞ്ഞാൽ ഇൻവോളണ്ടറി മസിൽസ് ആണ്, നമുക്ക് അതിന്റെ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഓർക്കുക. ഇതാണ് സ്മൂത്ത് മസിൽസിന്റെ പോയിന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾ ഓർക്കണം, ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രയേഷൻസ് കാണപ്പെടുന്നില്ല, സ്ട്രയേഷൻസ് ആർ ആബ്സെന്റ് ഹിയർ. ടാപ്പേർഡ് സ്ട്രക്ചർ ആണ്, അതായത് ഗ്രാജുവലി നാരോയിങ് അറ്റ് ബോത്ത് എൻഡ്, 2 എൻഡിലേക്ക് പോകുന്തോറും നാരോ ആയിട്ട് വരുന്നു. ഓക്കെ, ദെൻ ഇതിനെ ഹോൾഡ് ചെയ്യുന്നത് സെൽ ജംഗ്ഷൻസ് ആണ്. ഒരു കണക്റ്റീവ് ടിഷ്യൂ ഷീറ്റിനകത്ത് ഇത് ബണ്ടിൽ ചെയ്ത് ഇതിനെ ഹോൾഡ് ചെയ്യുന്നത് സെൽ ജംഗ്ഷൻസ് ആണ് എന്നുള്ള ആ ഒരു പോയിന്റ് കൂടി ഓർക്കുക. അതായത് ഇത് കാണപ്പെടുന്നത് ബ്ലഡ് വെസൽസിലും ഇൻറ്റസ്റ്റൈനിലും നമ്മുടെ സ്റ്റൊമക്കിലും ആണ്. മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇൻവോളണ്ടറി മൂവ്മെന്റ് ആണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മൂവ്മെന്റ് ആണ്. അതാണ് സ്മൂത്ത് മസിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഇതിൽ പറയാനുള്ളത് കാർഡിയാക് സ്മൂത്ത് ടിഷ്യൂ ആണ്. ഓക്കെ, മസിൽ ടിഷ്യൂവിൽ വരുന്ന 2 ടൈപ്പ് നമ്മളിപ്പോൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? സ്കെലറ്റൽ മസിലും സ്മൂത്ത് മസിലും നമ്മൾ പറഞ്ഞു. ഇനി ശേഷിക്കുന്ന ഒരൊറ്റ മസിൽ ടിഷ്യൂ എന്ന് പറയുന്നത് കാർഡിയാക് മസിൽ ടിഷ്യൂ ആണ്. തേർഡ് ടൈപ്പ് ഓഫ് മസിൽ ടിഷ്യൂ ആണ് കാർഡിയാക് മസിൽസ് അഥവാ കാർഡിയാക് മസിൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, കാർഡിയാക് മസിൽ എന്ന് പറഞ്ഞാൽ പേര് തന്നെ കാർഡിയാക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിലേറ്റഡ് ടു ഹാർട്ട് അല്ലെ, നമ്മുടെ ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു പേരാണ്, ഒരു എന്താ പറയാ, ഒരു പെർട്ടിക്കുലർ തിങ് ആണ് കാർഡിയാക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് കാർഡിയാക് മസിൽ ടിഷ്യൂ എന്ന് പറയുന്നത് ഹാർട്ടുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് എവിടെ കാണപ്പെടുന്നതാണ്? ഹാർട്ട് മസിലാണ് അല്ലെ, ഹാർട്ടിൽ കാണപ്പെടുന്ന മസിലാണ് കാർഡിയാക് മസിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കാർഡിയാക് മസിൽ എന്ന് പറഞ്ഞാൽ ഒരു കൺട്രാക്റ്റൈൽ മസിലാണ് അല്ലെങ്കിൽ ഒരു കൺട്രാക്റ്റൈൽ ടിഷ്യൂ ആണ്. കാർഡിയാക് മസിൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ കൺട്രാക്റ്റൈൽ മസിൽ ടിഷ്യൂ ആണ്. നമ്മുടെ ഹാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൺട്രാക്ട് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു, കൺട്രാക്ട് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മസിലാണ് കാർഡിയാക് മസിൽ എന്ന് പറയുന്നത്, ആ ഒരു ടിഷ്യൂ എന്ന് പറയുന്നത്. സോ കാർഡിയാക് മസിൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൺട്രാക്റ്റൈൽ മസിൽ ടിഷ്യൂ. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ദെൻ ദ പ്രസന്റ് ഓൺലി ഇൻ ഹാർട്ട്. ഞാൻ പറഞ്ഞു ഹാർട്ടിലാണ്, ഹാർട്ടിൽ മാത്രം കാണപ്പെടുന്ന ഒരു ടിഷ്യൂ ആണ് കാർഡിയാക് മസിൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ദെൻ കംസ് ടു ഇറ്റ്സ് പിക്ചർ. അതിന്റെ പിക്ചർ നോക്കിയാൽ കാണാം ഏകദേശം നമ്മുടെ സ്കെലറ്റൽ മസിലിന്റെ പിക്ചറൊക്കെ ആയിട്ട് ഇതിന്റെ സിമിലാരിറ്റീസ് ഉണ്ട്. ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് സ്ട്രയേഷൻസ്. ഇവിടെ നിങ്ങൾക്ക് സ്ട്രയേഷൻസ് കാണാം അല്ലെ, സ്ട്രയേഷൻസ് ആർ ദർ.
സ്ട്രയേഷൻസ് കാണപ്പെടാം. അപ്പോൾ കാർഡിയാക് മസിൽസ് എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റഡ് ആണ് അല്ലേ, സ്ട്രയേഷൻസ് കാണപ്പെടുന്നുണ്ട്. Then next point നോക്കുക. Here the cell junctions fuse the plasma membrane of cardiac muscle cell and make them stick together. ഇവിടെ പ്ലാസ്മ മെംബ്രെയിൻ കാർഡിയാക് മസിലിന്റെ പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് സെൽ ജംഗ്ഷൻസ് ഫ്യൂസ് ചെയ്തിട്ട് ഇതിനെ സ്റ്റിക്ക് ചെയ്യുക, ഒട്ടിച്ച് ചേർക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രക്ചറിൽ ഇതാണ് സെൽ ജംഗ്ഷൻസ് എന്ന് പറയുന്നത്. സെൽ ജംഗ്ഷൻസ് അഡ്ജസൻറ്റ് സെൽസിന്റെ ഇടയിലുള്ള സെൽ ജംഗ്ഷൻസ് എന്ന് പറയുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റും സ്ട്രക്ചറിൽ. ദെൻ ഇതെന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ആണ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെൽ ജംഗ്ഷൻസ്, ദീസ് സെൽ ജംഗ്ഷൻസ് ആർ ഫ്യൂസ് ദി പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് കാർഡിയാക് മസിൽസ്. ഈ കാർഡിയാക് മസിൽസിന്റെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കവറിങ് ആണില്ലേ, സെൽ കവറിങ്ങിനെയാണ് നമ്മൾ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് കാർഡിയാക് മസിലിന്റെ പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് സെൽ ജംഗ്ഷൻസ് ഫ്യൂസ് ചെയ്തിട്ട് അതിനെ മേക്ക് ദം സ്റ്റിക്ക് ടുഗദർ, അവയെ തമ്മിൽ ഒട്ടിച്ചു ചേർക്കുന്നത്. നിങ്ങൾക്കറിയാം ഈ ഒരു പെർട്ടിക്കുലർ സെൽ ജംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ഈ ഒരു സെൽസിനെ തമ്മിൽ സ്റ്റിക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ലിഗേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒട്ടിച്ചു ചേർക്കുന്നത് എന്താണ്, ആ ഒരു സെൽ ജംഗ്ഷനാണ്. അപ്പോൾ ആ ഒരു ഫംഗ്ഷനിങ് ഓർക്കുക, സെൽ ജംഗ്ഷനിന്റെ ഫംഗ്ഷനിങ് ഓർക്കുക. നമ്മൾ സെൽ ജംഗ്ഷൻസ് പറഞ്ഞപ്പോൾ ലിഗേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനിങ് ഉള്ള സെൽ ജംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ സെൽ ജംഗ്ഷൻസ് ഫ്യൂസ് ദി പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് കാർഡിയാക് മസിൽ ആൻഡ് മേക്ക് ദം സ്റ്റിക്ക് ടുഗദർ. കാർഡിയാക് മസിലിന്റെ കാർഡിയാക് മസിൽസിന്റെ സെൽസിന്റെ പ്ലാസ്മ മെംബ്രെയിനായിട്ട് സെൽ ജംഗ്ഷൻസ് ഫ്യൂസ് ചെയ്തിട്ട് അതിനെ തമ്മിൽ സ്റ്റിക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒട്ടിച്ചു ചേർക്കുന്നു എന്നുള്ള പോയിന്റ് ഓർക്കാം. ദെൻ കമ്മ്യൂണിക്കേഷൻ ജംഗ്ഷൻസ് അറ്റ് സം ഫ്യൂഷൻ പോയിന്റ്. ഈ ഫ്യൂഷൻ പോയിന്റിലുള്ള ചില കമ്മ്യൂണിക്കേഷൻ ജംഗ്ഷൻസ് ഉണ്ട്. ഈ ഫ്യൂഷൻ പോയിന്റിലുള്ള ചില കമ്മ്യൂണിക്കേഷൻ ജംഗ്ഷൻസ് അലോ ദ സെൽ ടു കൺട്രാക്ട് ആസ് എ യൂണിറ്റ്. ഇവയുടെ ഈ സെൽസിനെ എല്ലാം കൺട്രാക്ട് ചെയ്തിട്ട് ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് മാറാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ജംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ സെൽ കമ്മ്യൂണിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്ന സെൽസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെല്ലിലേക്ക് ഒരു സ്റ്റിമുലസ് അല്ലെങ്കിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ സിഗ്നൽ വന്നാൽ അത് തൊട്ടടുത്ത അഡ്ജസൻറ്റ് സെല്ലുമായിട്ട് വേഗം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് ഒരു സെൽ കമ്മ്യൂണിക്കേഷൻ അവിടെ സാധ്യമാകുന്നതാണ്. അപ്പം അതെന്ന് പറയുന്നത് ദിസ് കമ്മ്യൂണിക്കേഷൻ ജംഗ്ഷൻസ് അറ്റ് സം ഫ്യൂഷൻ പോയിന്റ്. ഈ ഫ്യൂഷൻ പോയിന്റിലുള്ള ചില കമ്മ്യൂണിക്കേഷൻ ജംഗ്ഷൻസിൽ ഈ ജംഗ്ഷൻസ് എന്തിനാണ് ഇവയെ സഹായിക്കുന്നത്, ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ വർക്കിംഗ് ടുഗദർ ആ ഒരു പ്രോസസ്സിന് ഇവയെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് ഓർക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു സെല്ലിലേക്ക് എന്തെങ്കിലും ഒരു സിഗ്നലോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇമ്പൾസോ വന്നാൽ അത് ട്രാൻസ്ഫർ ചെയ്യും അഡ്ജസൻറ്റ് സെൽസിലേക്ക്. ഞാൻ ട്രാൻസ്ഫർ ചെയ്തു അങ്ങനെയാണ് സെൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നത്. ഇത്രയും കുറച്ച് പോയിന്റ് മാത്രമാണ് കാർഡിയാക് മസിൽ ടിഷ്യൂവിലുള്ളത്. കാർഡിയാക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇൻ ഓൺലി ഇൻ ഹാർട്ടിൽ മാത്രമാണ് അത് കാണപ്പെടുന്നത്. ഒരു കൺട്രാക്റ്റൈൽ മസിൽ ടിഷ്യൂ ആണ്. ദെൻ സ്കെലറ്റൽ മസിൽസിനെ പോലെ തന്നെയാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സ്ട്രയേഷൻസ് കാണാം, പക്ഷേ ഇവിടെ സെൽ ജംഗ്ഷൻസ് പ്രസന്റ് ആണ്. ഈ സെൽ ജംഗ്ഷൻസ് പ്ലാസ്മ മെംബ്രെയിൻ കാർഡിയാക് മസിൽസിന്റെ പ്ലാസ്മ മെംബ്രെയിനായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് ആണ് ഇവയെ തമ്മിൽ സ്റ്റിക്ക് ചെയ്ത് നിർത്തുന്നത്. ദെൻ ഈ സെൽ ജംഗ്ഷൻസ് ഈ ഫ്യൂഷൻ പോയിന്റ്സിൽ സെൽ ജംഗ്ഷൻസ് കമ്മ്യൂണിക്കേഷൻ ജംഗ്ഷൻസ് പ്രസന്റ് ആയിരിക്കും. അത് ഇവയൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഹാർട്ടിന്റെ ഫംഗ്ഷനിങ്ങിനൊക്കെ വളരെ യൂസ്ഫുൾ ആണ് ഈ ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് കാർഡിയാക് മസിൽ ടിഷ്യൂ അഥവാ ഹാർട്ട് മസിൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആനിമൽ ടിഷ്യൂസിനെ കുറിച്ചായിരുന്നു. ഇനി നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടൈപ്പ് ഓഫ് ആനിമൽ ടിഷ്യൂസിലേക്ക് പോവാണ്. ദാറ്റ് ഈസ് ന്യൂറൽ ടിഷ്യൂ. നമുക്ക് പഠിക്കാനുള്ള 4th ടൈപ്പ് ഓഫ് ആനിമൽ ടിഷ്യൂ ആണ് ന്യൂറൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ന്യൂറോൺ അഥവാ നാഡീകോശം, ന്യൂറോൺ സെൽസ് അല്ലെങ്കിൽ നാഡീകോശത്തെ കുറിച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ ഫങ്ഷനിങ്, റിഫ്ലെക്സ് ആക്ഷൻ അഥവാ റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ, റിഫ്ലെക്സ് ആർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള സെയിം ആ ഒരു സ്ട്രക്ചർ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ഓർക്കാവുന്നതാണ്. സോ ന്യൂറോൺസുമായിട്ട് കണക്ട് ചെയ്യുന്ന ടിഷ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ നാഡീകോശവുമായിട്ട് കണക്ട് ചെയ്യുന്ന ടിഷ്യൂസിനെയാണ് നമ്മൾ ന്യൂറൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, so neural tissue comes to neural tissue, it exerts the greatest control over the body's responsiveness to changing conditions. So നമ്മളിൽ പെർട്ടിക്കുലർ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷൻ ചെയ്യുന്ന ടിഷ്യൂസ് ആണ് ന്യൂറൽ ടിഷ്യൂസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, എപ്പോഴും നമ്മളൊരു എക്സാമ്പിൾ പറയാം, നമ്മൾ കൈ അറിയാതെ അല്ലെങ്കിൽ ഹീറ്റിൽ അല്ലെങ്കിൽ ഹോട്ടായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ സ്പോട്ടിൽ അല്ലെങ്കിൽ തീയിൽ അറിയാതെ കൈ കൊണ്ടാൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് ക്വിക്കായിട്ട് കൈ പിന്നോട്ട് വലിക്കും. കാരണം അത് നമ്മൾ
നമ്മൾ എന്താ പറയാ, നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടല്ല ഒരു ആക്ഷൻ, ആ ഒരു റിഫ്ലക്ഷൻ നമ്മളിൽ വരുന്നത്. സോ ഈ ഒരു റിഫ്ലെക്സ് ആക്ഷൻ നമ്മളിൽ ഉണ്ടാക്കുന്നത് ഈ ന്യൂറോൺസിന്റെ അതിസ്പീഡിലുള്ള അല്ലെങ്കിൽ അതിവേഗതയിലുള്ള ആക്ഷൻ ആണ്. സോ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ് ന്യൂറൽ ടിഷ്യൂ എന്ന് പറയുന്നത്. സോ അതിന്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് it exerts the greatest control over the body's responsiveness. നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ റെസ്പോൺസിവ്നെസ്സിൽ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ് ന്യൂറൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ റെസ്പോൺസീവ്നെസ് എന്നുള്ള ഒരൊറ്റ പോയിന്റ് ഓർത്താൽ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്ത് എഴുതാവുന്നതാണ്. ദെൻ യൂണിറ്റ് ഓഫ് ന്യൂറൽ സിസ്റ്റം, നമ്മുടെ ന്യൂറൽ സിസ്റ്റത്തിലെ അതിലെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂറോൺസിനെയാണ്. ഈ ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ എക്സൈറ്റിംഗ് സെൽസ് ആണ്, എക്സൈറ്റബിൾ സെൽസ് ആണ്. അപ്പോൾ നമ്മുടെ ന്യൂറൽ സിസ്റ്റത്തിലെ നമ്മൾ പറഞ്ഞു നമ്മുടെ ന്യൂറൽ സിസ്റ്റം അഥവാ നെർവസ് സിസ്റ്റം. അപ്പോൾ ഈ ന്യൂറൽ സിസ്റ്റത്തിലെ യൂണിറ്റ്സിനെ പറയുന്ന പേരാണ് ന്യൂറോൺസ് എന്ന്. അപ്പോൾ ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ അത് എക്സൈറ്റബിൾ സെൽസ് ആണ്, എക്സൈറ്റിംഗ് കപ്പാസിറ്റി അവയ്ക്കുണ്ട്. ഓക്കെ, ദെൻ ന്യൂറോഗ്ലിയൽ സെൽസ്. ന്യൂറോഗ്ലിയൽ സെൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ന്യൂറൽ ടിഷ്യൂവിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ ന്യൂറോൺസിൽ കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് സെൽസ് ആണ് ന്യൂറോഗ്ലിയൽ സെൽസ് എന്ന് പറയുന്നത്. ദിസ് ന്യൂറോഗ്ലിയൽ സെൽസ് gives protect and support neurons. ന്യൂറോൺസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷൻ ചെയ്യുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് ആണ് ന്യൂറോഗ്ലിയൽ സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ന്യൂറോൺസിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ ന്യൂറൽ ടിഷ്യൂവിൽ കാണപ്പെടുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് ആണ് ന്യൂറോഗ്ലിയൽ സെൽസ് എന്ന് പറയുന്നത്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു ഗിവ് പ്രൊട്ടക്ഷൻ ആൻഡ് സപ്പോർട്ട് ഫോർ വാട്ട്? യെസ്, ന്യൂറോൺസിന് പ്രൊട്ടക്ഷനും സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ ദിസ് ന്യൂറോഗ്ലിയൽ സെൽസ് അഥവാ ന്യൂറോഗ്ലിയ മേക്കപ്പ് മോർ ദാൻ 1/2 ഓഫ് ദി വോളിയം ഓഫ് ന്യൂറൽ ടിഷ്യൂ ഇൻ അവർ ബോഡി. നമ്മുടെ ന്യൂറൽ ടിഷ്യൂവിലെ ഏകദേശം 1/2 ഓഫ് ദി വോളിയവും കാണപ്പെടുന്നത് ഈ ന്യൂറോഗ്ലിയ ആണ്. ഓക്കെ, ന്യൂറോഗ്ലിയ ആണ് നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ന്യൂറൽ ടിഷ്യൂവിൽ ഏകദേശം അതിന്റെ 1/2 ഭാഗവും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഈ ന്യൂറോഗ്ലിയ കൊണ്ടാണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നിങ്ങൾ ന്യൂറൽ ടിഷ്യൂ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ അത് എഴുതുമ്പോൾ ആദ്യം തന്നെ ഓർക്കേണ്ടത് ആ ഒരു സ്ട്രക്ചർ ഓർക്കുക. ന്യൂറോണിന്റെ സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, ആക്സോൺ, ആക്സോണൈറ്റ്, മൈലിൻ ഷീത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ന്യൂറോണിന്റെ സ്ട്രക്ചർ ഓർമ്മയുണ്ടാവും. സോ ഇവിടെ റെസ്പോൺസീവ്നെസ് എന്നുള്ള പോയിന്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നമ്മുടെ ബോഡിയിലെ കംപ്ലീറ്റ് റെസ്പോൺസീവ്നെസ്സിന്റെയും ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് നമുക്ക് ഏൽപ്പിക്കാവുന്ന ഒരു ബോഡി ടിഷ്യൂ ആണ് ന്യൂറൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് ന്യൂറോഗ്ലിയൽ സെൽസ് ഓർക്കുക. നമ്മുടെ ന്യൂറോൺസിന് എന്ത് നൽകുന്നു? സപ്പോർട്ടും ദെൻ പ്രൊട്ടക്ഷനും സപ്പോർട്ടും കൊടുക്കുന്നു. ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂറൽ ടിഷ്യൂവിന്റെ അല്ലെങ്കിൽ നമ്മുടെ ന്യൂറൽ സിസ്റ്റത്തിലെ ബേസിക് യൂണിറ്റ് ആണ് ന്യൂറോൺസ് എന്ന് പറയുന്നത്. അത് എക്സൈറ്റബിൾ സെൽസ് ആണ്. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം ഈ ആക്ഷൻസ് ന്യൂറോൺസിൽ എങ്ങനെയാണ് ഈ ആക്ഷൻസിന് റെസ്പോൺസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ സെൽസിന് ന്യൂറൽ സെൽസിനകത്തേക്ക് അല്ലെങ്കിൽ ബോഡി സെൽസിനകത്ത് എന്തെങ്കിലും പെർട്ടിക്കുലർ സ്റ്റിമുലേഷൻസ് അല്ലെങ്കിൽ നമുക്കൊരു പെർട്ടിക്കുലർ സ്റ്റിമുലസ് കിട്ടിയാൽ അത് വേഗം തന്നെ പ്ലാസ്മ മെംബ്രെയിൻ സെൽസിലെ പ്ലാസ്മ മെംബ്രെയിൻ വഴി ട്രാവൽ ചെയ്തിട്ട് ന്യൂറൽ ടിഷ്യൂവിന്റെ എൻഡ് പോയിന്റിൽ എത്തിയിട്ട് നെക്സ്റ്റ് ന്യൂറോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതങ്ങനെ ചെയിൻ ടു ചെയിനായി ട്രാൻസ്ഫർ ചെയ്ത് ഫൈനലി അത് നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനി പഠിക്കാനുണ്ട്. ഓക്കെ, നമ്മുടെ ബ്രെയിനിൽ എത്തിയിട്ട് ബ്രെയിൻ ഡിസൈഡ് ചെയ്യുന്നുണ്ട് അത് എങ്ങനെയാണ് നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ ബോഡിയിലേക്ക് തന്നിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ സ്റ്റിമുലസിന് ആധാരമായിട്ടില്ലെങ്കിൽ ആ പെർട്ടിക്കുലർ സ്റ്റിമുലസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള റെസ്പോൺസ് നമ്മുടെ ബോഡി കൊടുക്കുന്നത് ഈ ഒരു ന്യൂറൽ ടിഷ്യൂവിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. അപ്പോൾ ആ ഒരു റിഫ്ലെക്സ് ആക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ റെസ്പോൺസീവ്നെസ്സിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഹെൽപ്പ് ചെയ്യുന്ന ടിഷ്യൂ ആണ് ന്യൂറൽ ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 4 ടൈപ്പ് ഓഫ് ആനിമൽ ടിഷ്യൂ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു 4 ടൈപ്പ് ഓഫ് ആനിമൽ ടിഷ്യൂസ്? സ്കെലറ്റൽ ടിഷ്യൂ, ദെൻ കണക്റ്റീവ് ടിഷ്യൂ, മസിൽ ടിഷ്യൂ ആൻഡ് ന്യൂറൽ ടിഷ്യൂ. ഓക്കെ, ഓരോ ടൈപ്പ് ഓഫ് ടിഷ്യൂസിനും നിങ്ങൾ കണക്ട് ചെയ്യേണ്ട ഓരോ പോയിന്റ് ഉണ്ട്. ന്യൂറൽ ടിഷ്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ റെസ്പോൺസീവ്നെസ് അഥവാ നമ്മുടെ റിഫ്ലെക്സ് ആക്ഷൻസ് ഓർക്കുക, നമ്മളിൽ വരുന്ന സ്റ്റിമുലസ് റെസ്പോൺസ് ഓർക്കുക. ദെൻ മുന്നേ പറഞ്ഞിട്ടുള്ള കാർഡിയക് ടിഷ്യൂ പറയുമ്പോൾ ഹാർട്ടിന്റെ ഫംഗ്ഷനിങ്ങിന് നമ്മുടെ കൺട്രാക്ഷനും ആ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷനിങ് ഒക്കെ ഓർക്കുക. ദെൻ നമ്മൾ കണക്റ്റീവ് ടിഷ്യൂ പറഞ്ഞിരുന്നു. കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കവറിങ് ആണ് അല്ലെങ്കിൽ ലൈനപ്പ് ആണ്.
നമ്മുടെ പെർട്ടിക്കുലർ ടിഷ്യൂസിൻ്റെ അല്ലെങ്കിൽ ഓർഗൻസിൻ്റെ എല്ലാം കവറിങ് അല്ലെങ്കിൽ ലൈനപ്പ് ചെയ്ത് കാണപ്പെടുന്നതാണ് കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. ദെൻ സ്കെലറ്റൽ മസിൽസ് എന്ന് പറഞ്ഞാൽ അത് ബോൺസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഓർക്കുക, ബോൺസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് സ്കെലറ്റൽ മസിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കാര്യം നമ്മൾ പഠിക്കുമ്പോൾ അത് തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ അതിൻ്റെ സ്പെഷ്യാലിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ, കണക്ട് ചെയ്തെങ്കിൽ ലിങ്ക് ചെയ്ത് ഓർത്താൽ നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത്രയാണ് ആനിമൽ ടിഷ്യൂസ് എന്ന പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ പോകുന്നത് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ സം ആനിമൽസ്. കുറച്ച് ആനിമൽസിൻ്റെ ഓർഗാനിസത്തിൻ്റെ സ്ട്രക്ചറൽ, അതായത് അതിൽ മോർഫോളജി, അനാട്ടമി എല്ലാം ഉണ്ട്. അതിൻ്റെ സ്ട്രക്ചേഴ്സ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ചാപ്റ്ററിൽ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് എടുത്തിട്ടുള്ള ഇത്രയും പോർഷൻസ് എല്ലാവരും നോട്ട് ചെയ്യുക. ദെൻ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ മാർക്ക് ചെയ്യുക. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.